ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു വർഷം തുടങ്ങിയിട്ട് നമ്മുടെ ആദ്യത്തെ ഒരു ലോങ് വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വീഡിയോ എന്ന് വെച്ചാൽ വീട്ടിൽ പെട്ടെന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന വടുകുപുളി നാരങ്ങാച്ചാറിനെ പറ്റിയാണ് ഞാൻ നിങ്ങൾക്കിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മളിവിടെ 3 വടുകുപുളി നാരങ്ങയാണ് എടുത്തേക്കണത്. 3 വടുകുപുളി നാരങ്ങ നമ്മൾ തൊലിച്ചെത്തി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മളത് നീളത്തിൽ കനം കുറച്ച് നന്നാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ കുരുവൊക്കെ നമ്മൾ കളയണം കേട്ടോ. നീളത്തിൽ ചെറുതാക്കി നന്നാക്കി വെച്ച കഷ്ണങ്ങളൊക്കെ നമ്മൾ ഒരു പോണിലേക്ക് അരിഞ്ഞിട്ടു. ഇത് കഴിഞ്ഞ് നമ്മൾ ചൊറുക്കിയെടുത്ത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കുക അതിലേക്ക്. അപ്പോൾ നമ്മൾ ഉപ്പിട്ട് കൊടുത്തത് നമ്മൾ വടുകപ്പുളി നാരങ്ങ നമ്മൾ എത്രത്തോളം എടുത്തേക്കണം, അപ്പോൾ അതനുസരിച്ചാണ് നമ്മൾ ഉപ്പ് അതിലേക്ക് ഇട്ട് കൊടുത്തത്. ഉപ്പ് ഇടുമ്പോൾ രസം മുന്നിലായിട്ടൊന്ന് നിൽക്കണം. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ ചൊറുക്കയിൽ ഉപ്പിട്ട് കൊടുക്കാനായിട്ട്. ചൊറുക്ക നന്നായി തിളച്ച് കഴിഞ്ഞ് നമുക്ക് അപ്പോൾ തന്നെ തീ ഓഫ് ചെയ്തിടാം. അങ്ങനെ ചൊറുക്ക നന്നായി ചൂടാറി കഴിഞ്ഞിട്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് നന്നായി ഒന്ന് അരിച്ചെടുക്കണം. നമ്മൾ സാധാ ഉപ്പാണ് ഇട്ടേക്കണത്. ഇപ്പോൾ കല്ലുപ്പ് ഇടുന്നവരുണ്ടാകും. എന്നാലും നമ്മൾ നന്നായി ഒന്ന് അരിച്ചെടുത്തിട്ടാണ് പിന്നെ നന്നാക്കി വെച്ച വടുകുപുളി നാരങ്ങ കഷ്ണങ്ങൾ ആ ചൊറുക്കയിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തത്. പിന്നീട് നമ്മൾ അതിനോടൊപ്പം തന്നെ നമ്മൾ നല്ല നാടൻ ചൂനിമിളകും ഇട്ട് കൊടുത്തിരുന്നു. എന്നിട്ട് നമ്മൾ 2 ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെ ചൊറുക്കയിലിട്ട് വെച്ച വടുകപ്പുളി നാരങ്ങ നമ്മൾ അച്ചാറുണ്ടാക്കാൻ എടുത്തേക്കണം. അപ്പോൾ 2 ദിവസമെങ്കിലും നമ്മൾ ചൊറുക്കയിലിട്ട് വെക്കണം. അങ്ങനെ നമ്മൾ വടുകപ്പുളി നാരങ്ങ അച്ചാർ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചീഞ്ചട്ടിയിൽ അച്ചാറിന് ആവശ്യമായ എണ്ണ ഒഴിച്ചു. നമ്മൾ ഉപയോഗിച്ച എണ്ണ സ്വർണം നല്ലെണ്ണയാണ്. എണ്ണ ചൂടായി കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം കടുക് പൊട്ടിച്ചു കഴിഞ്ഞിട്ടാണ് നമ്മൾ വറ്റൽമുളക് പൊട്ടിച്ചത്. വറ്റൽമുളക് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ നാടൻ പച്ചമുളക് അരിഞ്ഞ് വെച്ചത് ഇട്ടിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വേപ്പിലയും പൊട്ടിച്ചത്. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു അച്ചാർ ഉണ്ടാക്കുമ്പോൾ കടുക്, വറ്റൽമുളക്, വേപ്പില ഇത്രയും 3 സാധനങ്ങളാണ് നമ്മൾ പൊട്ടിക്കേണ്ടത്. നാടൻ പച്ചമുളക്, വറ്റൽമുളക് പൊട്ടിച്ച് കഴിഞ്ഞിട്ട് അത് ഇഷ്ടമുള്ളവർക്ക് ഇട്ടാൽ മതി. നമ്മൾ ഒരു വട്ടം നാടൻ പച്ചമുളക് ഇട്ടിരുന്നു. ചൊറുക്കയിൽ നമ്മൾ വടുകുപുളി നാരങ്ങ കഷ്ണങ്ങളൊക്കെ ഇട്ടിരുന്നപ്പോൾ നാടൻ പച്ചമുളകൊക്കെ ഇട്ടിരുന്നു. അങ്ങനെ നമ്മുടെ വേപ്പിലൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് അച്ചാറിന് ആവശ്യമായ മുളകുപൊടി ഇട്ട് കൊടുക്കാം. മുളകുപൊടി ഇട്ട് കഴിഞ്ഞിട്ട് ഉലുവയും കായും ഈ 2 എണ്ണത്തിൻ്റെയും പൊടി ഇട്ട് കൊടുക്കുക. ഉലുവപ്പൊടിയും കായപ്പൊടിയും ഇടുമ്പോൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. കൂടുതലായി കഴിഞ്ഞാൽ കയ്പ്പ് രസം ഉണ്ടാവും. അപ്പോൾ കുറച്ചിട്ട് കൊടുക്കുക ഉലുവപ്പൊടിയും കായപ്പൊടിയും. പിന്നീട് അത് കഴിഞ്ഞിട്ട് അച്ചാറിന് ആവശ്യമായ ചൊറുക്ക ഒഴിക്കുക. ചൊറുക്ക വീണ്ടും രണ്ടാമത് ഒഴിക്കുമ്പോൾ അത് നന്നായി തിളച്ചിട്ടാണ് അടുത്ത സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തു. പഞ്ചസാര നമ്മൾ ഇട്ട് കൊടുത്തത് അച്ചാറിൻ്റെ പുളിയും കനപ്പൊക്കെ കൂടുതലുണ്ടെങ്കിൽ അതൊന്ന് ശമിപ്പിക്കാനായിട്ടാണ് നമ്മൾ 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചുകൂടി ഒന്ന് ഉപ്പിട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വടുകപ്പുളി നാരങ്ങ കഷ്ണങ്ങളൊന്ന് അതിലേക്കൊന്ന് ഇട്ട് കൊടുത്തു. അങ്ങനെ നമ്മുടെ വടുകപ്പുളി നാരങ്ങ അച്ചാർ ഉണ്ടാക്കൽ കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ അച്ചാറിൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. നിങ്ങളുടെ വീട്ടിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ. ഇതിപ്പോൾ അച്ചാറുണ്ടാക്കാൻ ഒരുപാട് സമയമൊന്നും വേണ്ട, പെട്ടെന്ന് റെഡിയാവും, സിമ്പിളാണ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഈ വ്ളോഗ് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി പുതിയ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരേക്കും ടാറ്റ, ബൈ ബൈ.